ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ ദിവസം ചേട്ടൻ വീട്ടിലുള്ള ദിവസമാണ്. കാരണം ചേട്ടന് വർക്കിന് പോകേണ്ടാത്ത ദിവസമാണ് കേട്ടോ. അങ്ങനെ ചേട്ടനും ഞാനും മക്കളും ഒക്കെ കൂടെ കുറച്ച് സമയം ഇങ്ങനെ കളിച്ചും ചിരിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷേ ഇന്നത്തെ ദിവസം വളരെ മോശപ്പെട്ട ദിവസം തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. കാരണം ചേട്ടന് ഒട്ടും വയ്യാത്തൊരു ദിവസമായിരുന്നു. അങ്ങനെ ചേട്ടൻ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കുന്ന സമയത്ത് ചേട്ടൻ്റെ അടുത്തേക്ക് നമ്മൾ പോയി കുറച്ച് സമയം അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും രണ്ടുപേരും കുളിച്ച് സുന്ദരി കുട്ടികളായി വന്നിരുന്നു. അവർക്ക് കുറച്ച് പാപ്പൊക്കെ കൊടുത്ത് പാപ്പൊക്കെ കഴിച്ച ശേഷം വിളക്കെത്തിക്കുന്ന സമയമായപ്പോൾ അമ്പൂറ്റിയുടെ അടുത്ത് പോയിരുന്ന് തൊഴുകയാണ് രണ്ടുപേരും. അപ്പോൾ വിളക്കിൻ്റെ പാത്രം കണ്ടാൽ മതി, അമ്പൂറ്റി രക്ഷിക്കണേ എന്ന് പറഞ്ഞു രണ്ടുപേരും ആഞ്ഞ് തൊഴുവൊക്കെയാണ് കേട്ടോ. അങ്ങനെ തൊഴുത് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് വിളക്കും കിണ്ടിയൊക്കെ എടുക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പം പ്രാർത്ഥന കുറച്ചുകൂടെ കൂടിപ്പോകുമെന്ന് പേടിച്ച് ഇങ്ങനെ അകത്ത് കയറ്റി കേട്ടോ. അങ്ങനെ ചേട്ടന് നൈറ്റ് കുടിക്കാൻ കഞ്ഞി മതിയെന്ന് പറഞ്ഞുകൊണ്ട് അടുപ്പ കത്തിച്ച് അങ്ങനെ കഞ്ഞിയൊക്കെ ആക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടെ അടുക്കളയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുക്കളയിൽ വന്ന് താഴെ ഇരുന്ന പാത്രങ്ങളെല്ലാം താഴെ വാരിയിടുകയും അവിടെ കുറച്ച് വെള്ളമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഗ്ലാസ്സിനകത്ത്. അത് എത്തിപ്പിടിച്ച് അത് താഴേക്ക് ഇടുകയും അങ്ങനെ രണ്ടുപേരും ആ വെള്ളത്തിനകത്തൊക്കെ ഇരുന്ന് അളിച്ചു. അങ്ങനെ രണ്ടുപേരെയും വൈകുന്നേരം ഞാൻ കുളിപ്പിച്ച് സുന്ദരിയാക്കി വെച്ചിരുന്നത്. ഉടുപ്പെല്ലാം വെള്ളമായി. പിന്നെ ഞാൻ ഒന്നേന്ന് രണ്ടുപേരെ ഉടുപ്പെല്ലാം നൈറ്റ് മാറ്റി. കാരണം ഒരുപാട് നനയുന്ന ഉടുപ്പൊന്നും ഇട്ട് കൊടുക്കാറില്ല. നമ്മൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. കാരണം നൈറ്റ് നെഞ്ചിലൊക്കെ ആണെങ്കിൽ വെള്ളത്തിൻ്റെയൊക്കെ ഒരു അംശം നിന്നാൽ മതിയാകും. പെട്ടെന്ന് തന്നെ അവർക്ക് പനിയൊക്കെ വരാൻ നല്ല ചാൻസൊക്കെ ഉണ്ട്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫുഡ് കൊടുക്കുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിക്കോട്ടെ ഒരുപാട് ഈർപ്പം ഉള്ള തുണിയൊന്നും ഇട്ട് കൊടുക്കാതിരിക്കുക. അത് നമ്മൾ മടി വിചാരിച്ചിട്ട് മാറ്റാണ്ടും ഇരിക്കരുത്. എപ്പോഴുയും മാറ്റേണ്ട സമയത്ത് കൃത്യമായിട്ട് ഞാൻ ആ കാര്യത്തെ എപ്പോഴും ചെയ്യാറുള്ള കാര്യമാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് നനഞ്ഞ തുണി അങ്ങനെയുള്ള ഇടത്തില്ല. ഒരുപാട് അഴുക്കായതൊക്കെ ആണെങ്കിൽ ഒരുപാട് നേരം അങ്ങനെ ഇട്ട് കൊടുക്കത്തില്ല. അതെല്ലാം തന്നെ മാറ്റി വേറെ ഇപ്പോൾ പഴയ തുണി നമ്മൾ കഴുകി ഉണക്കി എപ്പോഴും വെച്ചിരിക്കുക, അങ്ങനെ മാറ്റി ഇട്ട് കൊടുക്കുക. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പൊടിയരി കഞ്ഞിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഒരുപാട് നാളായി ഇപ്പോൾ കഞ്ഞി കുടിച്ചിട്ടേ. അങ്ങനെ കൊടുത്തപ്പോൾ രണ്ടുപേരും പിടിച്ച് വാങ്ങിച്ച് മത്സരിച്ച് കുടിയായിരുന്നു കേട്ടോ. അങ്ങനെ കഞ്ഞി വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ചേട്ടന് വയ്യായിരുന്നു. ചേട്ടൻ നൈറ്റ് ഹോസ്പിറ്റലൊക്കെ പോയിട്ടൊക്കെ വന്നു. അങ്ങനെ ചേട്ടന് കഞ്ഞിയും പപ്പടവും ബീട്രൂട്ടിൻ്റെ തോരനൊക്കെ കൊടുത്തു. കഞ്ഞി മതിയെന്ന് ചേട്ടൻ പറഞ്ഞതനുസരിച്ച് കഞ്ഞി ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ ചേട്ടൻ കഞ്ഞി കുടിക്കാൻ ഇരുന്നപ്പോഴേക്കും ചേട്ടന് ചുറ്റും കുഞ്ഞാറ്റയും പൂമ്പാറ്റയും വന്ന് നിന്നു. പിന്നെ അച്ഛനെ കഞ്ഞി കുടിക്കാൻ സമ്മതിക്കാതെ രണ്ടുപേരും കഞ്ഞി ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിച്ചു. അങ്ങനെ നേരം വെളുത്ത സമയത്ത് രണ്ടുപേരും ഉറക്കമൊക്കെ ഇച്ചിരി നേരത്തെ വന്നതുകൊണ്ട് തന്നെ ക്ഷീണം മാറാതെ സോഫയിൽ കിടക്കുകയാണ്. ബിസ്ക്കറ്റ് അപ്പം പൂമ്പാറ്റപ്പെണ്ണ് വാങ്ങിച്ചു. കുഞ്ഞാറ്റപ്പെണ്ണ് വലിയ മടിയായിരുന്നു. അവർക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത ശേഷം ഞാൻ നേരെ അടുക്കളയിലേക്ക് ചെന്നു. അങ്ങനെ ഇന്ന് അടുക്കളയിലുണ്ടായിരുന്ന ചോറ് വെന്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ബീട്രൂട്ടിൻ്റെ തോരൻ, പിന്നെ ചമ്മന്തി, മുട്ട പൊരിച്ചത്. അങ്ങനെ അധികമായിട്ടൊന്നും വേവിക്കാൻ നിന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഗ്യാസ് ഇല്ലാത്തത് കൊണ്ടും പിന്നെ രാവിലെ തന്നെ ഇതെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ചേട്ടന് കൂടി വയ്യാത്തത് കൊണ്ടും ഒക്കെ ആയതുകൊണ്ട് അധികമൊന്നും വെക്കാൻ നിന്നിട്ടില്ലായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ അവരുടെ ഉറക്കം അനുസരിച്ച് വേണം നമ്മൾ എഴുന്നേറ്റ് വരാൻ. അവരെ ഉറക്കി കിടത്തിയിട്ട് എഴുന്നേറ്റ് വരാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റുകൊണ്ടിരിക്കും. ഇപ്പം നിർത്താതെ കരച്ചിലും വളർന്നു വരുന്നതിനനുസരിച്ച്. അതുകൊണ്ട് അവരുടെ നിർബന്ധങ്ങളും കാര്യങ്ങളെ നമ്മൾ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഓരോരോ കാര്യങ്ങൾ, ഓരോ ദിവസത്തെ കാര്യങ്ങളിലും മാറ്റങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ചോറ് മുഴുവനായിട്ടും വെന്തിട്ടില്ലായിരുന്നു. അങ്ങനെ ചേട്ടന് കൊണ്ടുപോകാനുള്ള ചോറ് മാത്രം കോരി മാറ്റി തണുപ്പിക്കാൻ വേണ്ടി വെച്ചു. കാബേജിൻ്റെ തോരനും പിന്നെ ചമ്മന്തിയും മുട്ട പൊരിച്ചതുമായിരുന്നു. അങ്ങനെ രണ്ടു മക്കളെ ഇതിൻ്റെ ഇടയ്ക്ക് കുരുത്തക്കേടും മറ്റുമായിട്ട് അടുക്കളയിൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുകയും ഇപ്പം അങ്ങനെ ഏറ്റവും കൂടുതലധികം നേരവും അടുക്കളയിൽ വന്നാലും പാത്രം വാരി ഇടുന്ന ആ ഒരു മേഖലയിലും പിന്നെ കുറച്ച് നേരം താഴേക്ക് ഇരിക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പം പൂർണ്ണമായിട്ടും പുറത്തൊക്കെ ഇറങ്ങി കളിക്കാനാണ് രണ്ടുപേരും താല്പര്യപ്പെടുന്നത് കേട്ടോ. പിന്നെ ഞാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ നിൽക്കുന്ന ഭാഗങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കണം. ചേട്ടനുണ്ടെങ്കിൽ അവിടെ ആയാലും ചുറ്റിപ്പറ്റിയിരിക്കും. പിന്നെ അച്ഛൻ പുറത്തിരിക്കുന്നതുകൊണ്ട് അവിടെ അങ്ങനെ കുറച്ച് നേരം പുറത്ത് പോയി ഇരിക്കുകയാണ്. അപ്പോഴേക്കും ചേട്ടന് വേണ്ട കാപ്പി തേയിലുള്ളതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനും അങ്ങനെ ഇട്ട് വെച്ചു. അങ്ങനെ കുറുക്കൊക്കെ ഓൾറെഡി തയ്യാറായിരുന്നു. പിന്നെ മുട്ട പൊരിച്ചു. അപ്പോഴേക്കും കുഞ്ഞാറ്റപ്പെണ്ണ് പുറത്തുനിന്ന് എന്നെ തപ്പി അകത്തേക്ക് വന്ന് അമ്മേന്ന് വിളിച്ചുകൊണ്ട് നിന്നിട്ട് രണ്ട് ഡാൻസൊക്കെ കൈയൊക്കെ പൊക്കി കാണിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ രണ്ടുപേരും അതുപോലെ ഇങ്ങനെ അനുകരിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ കുഞ്ഞിലേ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അപ്പം എനിക്ക് ഈ ഡാൻസും പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ പിന്നെ അവരെ ഉറക്കാൻ കിടത്തുമ്പോൾ തന്നെ പാട്ട് പാടി കൊടുക്കുകയും കൈകൾ കൊണ്ട് ഓരോരോ ആക്ഷൻ കാണിച്ച് ഡാൻസിൻ്റെ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ കുഞ്ഞിലേ തന്നെ ഓരോന്ന് പറഞ്ഞു
പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതൊക്കെ കുഞ്ഞുങ്ങൾ ആക്റ്റീവായി വളർന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുഞ്ഞുങ്ങളെ ആ ഒരു രീതി വളർത്തി വരാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ എല്ലാ മേഖലയിലും ആക്റ്റീവായിരിക്കണം. നമ്മളങ്ങനെ ഒരിക്കലും നിർബന്ധിച്ച് ഒരു മേഖലയിലേക്കും കുഞ്ഞുങ്ങളെ തള്ളിവിടാൻ പാടില്ല. നമുക്കിങ്ങനെ ഇപ്പം കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്ക് കുഞ്ഞിലേ തന്നെ ഓരോരോ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് തന്നെ ഓരോ മൂവ്മെൻറ്റ്സൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു തന്നത്. ഡാൻസ് പാട്ടെന്ന് മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, കുഞ്ഞുങ്ങളിപ്പോൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളായിക്കോട്ടെ, അതെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കുന്ന രീതിയിലായിരിക്കും കുഞ്ഞുങ്ങളുടെ ഓരോ വളർച്ചയും. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് കാണിച്ചും ചെയ്തൊക്കെയാണ് അവരുടെ വളർച്ചയെ ഞാൻ ഒരമ്മയാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത് കേട്ടോ. നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ചേട്ടൻ റെഡിയായിട്ട് വന്നു. അപ്പോഴേക്കും ചേട്ടന് വേണ്ടി കൊണ്ടുപോകാനുള്ള ചോറെല്ലാം തണുത്തിട്ടുണ്ടായിരുന്നു. ചോറെല്ലാം അങ്ങനെ കുറച്ച് മതി, അധികം വേണ്ട, കഴിക്കാൻ വയ്യ എന്നാണ് പറഞ്ഞത് കേട്ടോ. എന്നാൽ കൂടി കുറച്ച് ചോറും മുട്ടയും മുട്ട പൊരിച്ചതും ചമ്മന്തിയും തോരനൊക്കെ കെട്ടി വെച്ചു കേട്ടോ. അപ്പോഴേക്കും കുഞ്ഞാറ്റയും മുമ്പാരെയും പുറത്തിരുന്ന് കളിക്കുകയായിരുന്നു. ചേട്ടനെ കണ്ടതും നേരെ അടുക്കളയിലേക്ക് വന്നു. മുട്ടപ്പാപ്പം ഞാൻ പൊതിഞ്ഞ് വയ്ക്കുന്നത് കണ്ടപ്പോൾ തന്നെ നോക്കിയാണ് കേട്ടോ. ഞാൻ പിന്നെ രാവിലെ ഒന്നും മുട്ടയൊന്നും പൊരിച്ചങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ കുറുക്കോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവർ ഈ ഒരു രുചി തട്ടുവാണെങ്കിൽ പിന്നെ അത് മാത്രമേ കുടിക്കൂ, പിന്നെ വേറൊന്നും കഴിക്കത്തില്ല. എന്നാൽ കൂടി ചേട്ടൻ പറഞ്ഞു രണ്ടുപേർക്കും മുട്ട കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നോക്കിയിരിക്കുകയല്ലേ. പിന്നെ രണ്ടുപേർക്കും മുട്ടപ്പാപ്പത്തിൽ നിന്ന് പിച്ച് കൊടുത്തു കേട്ടോ. അത് രണ്ടുപേരും ആസ്വദിച്ചൊക്കെ കഴിച്ചു. പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ മടിയിൽ കയറി ഇരിക്കുകയാണ് രണ്ടുപേരും. അപ്പം ഞാൻ വീണ്ടും ഒന്ന് കുറച്ചുകൂടെ കൊണ്ടു കൊടുത്തു കേട്ടോ. അങ്ങനെ രണ്ടുപേരും രുചിച്ച് നോക്കിയാണ് കേട്ടോ. അത് ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ സിമ്പലാണ് ആ ഒരു കള്ള പുഞ്ചിരി. അപ്പോൾ വീണ്ടും വീണ്ടും വാങ്ങിച്ച് എൻ്റെ കയ്യിൽ നിന്ന് കഴിച്ചു. അങ്ങനെ രണ്ടുപേരും മുട്ടയൊക്കെ കഴിച്ച് അച്ഛൻ്റെ കയ്യിൽ ഇരുന്ന് കള്ളച്ചിരിയൊക്കെ ചിരിച്ച് അച്ഛനെ നോക്കിയാണ്. ഇഷ്ടപ്പെട്ട അച്ഛാ, ഈ പാപ്പം കൊള്ളാം, അമ്മ ഈ രുചിയില്ലാത്ത കുറുക്കാണ് അച്ഛാ തന്ന് പറ്റിക്കുന്നേ എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലുള്ള കള്ളച്ചിരിയും കാര്യങ്ങളുമാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം എപ്പോഴും അച്ഛാ 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 അച്ഛാ, ഞാൻ വഴക്കൊക്കെ പറയുകയാണെങ്കിൽ അച്ഛാ അച്ഛാ, അതണക്ക് പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞാലും അവർ വലിയ കാര്യമാക്കാറില്ല. ചിരിച്ച് അല്ലെങ്കിൽ തമാശ രൂപേണ ആ ഒരു മൈൻഡിലോട്ട് അവരങ്ങ് പോകും കേട്ടോ. പക്ഷെ ചേട്ടൻ നല്ല രീതിയിൽ വെറുതെ ഒന്ന് വിരട്ടിയാൽ മതി കേട്ടോ, അപ്പോഴേക്ക് തല കുനിച്ച് അങ്ങ് കരയാൻ തുടങ്ങും. അതങ്ങനെ തന്നെയാണ്. ചേട്ടൻ വെറുതെ തമാശയ്ക്ക് വരട്ടത്തേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അച്ഛന് വയ്യെങ്കിലും അച്ഛൻ്റെ കയ്യിലാണ് എപ്പോഴും. പിന്നെ ചേട്ടന് ഉമ്മയൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് ഡ്യൂട്ടിക്കൊക്കെ പോകുന്നത് കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണ് വീണ്ടും മുട്ടപാത്രത്തിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അത് കഴിച്ച് ഇരിക്കുകയാണ് കേട്ടോ. അത് കഴിക്കുന്തോറും രണ്ടുപേർക്കും ഒരു പുഞ്ചിരിയൊക്കെ ഉണ്ട്. പിന്നെ ഇഷ്ടമുള്ള പാപ്പമൊക്കെ കഴിക്കുകയാണെങ്കിൽ വലിയ ഇഷ്ടമാണ്. എന്ത് ഒരു ഫുഡ് ആയിക്കോട്ടെ ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുമ്പോൾ അതിനകത്തൊരു മടി വരും. ഇങ്ങനെ ഇടവിട്ടൊക്കെ ആണെങ്കിൽ രണ്ടുപേരും കഴിക്കും. അങ്ങനെ മുട്ടപ്പാപ്പമൊക്കെ കഴിച്ച് അച്ഛനെയൊക്കെ നോക്കി ചിരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ കയ്യിലിരിക്കുന്നതും ഇഷ്ടമുള്ള ഇതുപോലെ പാപ്പമൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. താത്ത് വെച്ചാലാണ് സീനാകുന്നത് കണ്ടോ. വീണ്ടും എന്നെ അങ്ങോട്ട് ചൂണ്ടി കാണിച്ചിട്ട് പറയാം, അമ്മേ അവിടെ പോയി നമുക്ക് പാപ്പം കഴിക്കാമെന്ന്. അങ്ങനെ പാപ്പമൊക്കെ കഴിച്ച് അച്ഛൻ്റെ കൂടെ കുറച്ച് സമയമൊക്കെ ഇരുന്ന് അച്ഛനെയൊക്കെ കെട്ടിപ്പിടിച്ച് പിന്നെ ഞാൻ കയ്യിൽ നിന്ന് പിടിച്ച് ഒരുവിധമൊക്കെയാണ് ഇറക്കി വെക്കുന്നത് കേട്ടോ. പോകുന്ന സമയത്ത് തന്നെ പിടിച്ച് ഇറക്കിയാൽ ഭയങ്കര നിർബന്ധമാണ്. ഇപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അച്ഛൻ പുറത്ത് പോവുകയാണ്. അപ്പോൾ അവർ എന്നെ ടാറ്റ എന്ന് പറയാനും എല്ലാത്തിനും അവർ എന്നെ പഠിച്ചു വരുന്നുണ്ട്. നമ്മൾ ഓരോ രീതിയും കുഞ്ഞുങ്ങൾ ഇപ്പം കണ്ട് മനസ്സിലാക്കി എല്ലാം അറിഞ്ഞ് വരുന്ന പ്രായമാണ്. അപ്പം അവർക്ക് ആ ഒരു രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളാണ് ഫസ്റ്റ് ആണ് ഇപ്പം ചേട്ടൻ വർക്കിനൊക്കെ പോകുന്ന സമയത്ത് ടാറ്റ പറയൂ എന്നൊക്കെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു പഠിപ്പിച്ചതാണ്. ഇപ്പം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അവർ തന്നെയാണ്ടോ രണ്ടുപേരും ചേട്ടൻ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ പുറകെ പോവുകയും കൂടെ ഇങ്ങനെ പോയിട്ട് ഇതുപോലെ ആ ഒരു പടിയുടെ അവിടെ ചെന്നിരുന്ന് ഇങ്ങനെ ടാറ്റ കാണിക്കുകയും ഉമ്മ കൊടുക്കുകയും അതൊക്കെ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ദിവസവും നടക്കുന്ന ഒരു പ്രക്രിയയായി മാറിയിട്ടുണ്ട് കേട്ടോ. അവർക്കറിയാം. അവരിപ്പം ഒരുപാട് നിർബന്ധം ഇപ്പം ഒരു കയ്യിൽ നിന്ന് പിടിച്ചിറക്കുന്ന സമയത്തുള്ള നിർബന്ധം കാണിക്കുന്നത്. പിന്നെ ഇതുപോലെ സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ വന്ന് ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ. കറക്റ്റായിട്ട് അച്ഛൻ പോവുകയാണെന്നുള്ള കാര്യമൊക്കെ അവർക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ടാറ്റയൊക്കെ കാണിച്ച് നല്ല കുട്ടിയാണ്, നിസ്സാര കുട്ടിയുടെ പോലെ ഇരുന്ന് ഉമ്മയൊക്കെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അതിന് പോയ ശേഷം രണ്ടുപേരും അങ്ങ് അകത്ത് കയറും. അതൊക്കെയാണ് ഇപ്പോൾ എന്നും നടക്കുന്നത്. അപ്പോഴേക്കും ഞാൻ അടുക്കളയിലേക്ക് വന്ന് ഇന്നലെ സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ കുറച്ച് ചൂടാക്കി കൂടെ വെച്ചു. പിന്നെ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ. പിന്നെ ആയതുകൊണ്ട് ഇപ്പോൾ വെക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങളിലൊക്കെ നല്ല കരിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതൊക്കെ കഴുകി ഒക്കെ എടുത്തു. പിന്നെ ഞാൻ നിങ്ങളുടെ ഇപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഇപ്പോൾ അവർ നിൽക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ
ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇപ്പം പെട്ടെന്ന് തന്നെ ഇങ്ങ് വീഴും കേട്ടോ. നിൽക്കാതെ എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയാണല്ലോ ഒരു ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ കൂടി നമുക്കത് കാണുമ്പോൾ ഒരു പേടിയാണ്. എത്ര വലിയ വീഴ്ചയാണെങ്കിൽ അത് അപകടം തന്നെയാണ്. തലയിടിച്ച് ബാക്ക് സൈഡിലോട്ടൊക്കെ വീഴുന്ന ഒക്കെ സൂക്ഷിക്കേണ്ടതാണ്. ഇവർ തന്നെ 2 പേരുള്ളത് കൊണ്ട്, ഇപ്പോൾ ഒരു കുഞ്ഞുങ്ങളുള്ള വീടാണെങ്കിൽ തന്നെ വീഴുന്നതായിരിക്കും. ഇപ്പോൾ 2 പേരുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരാളെ പിടിച്ച് മറ്റുള്ള എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. അതും വലിയൊരു അപകടമാണ്. അതൊക്കെ സൂക്ഷിക്കണം. അങ്ങനെ 2 പേരും വിശപ്പായി തുടങ്ങി 2 പേർക്കും. അപ്പം ഞാൻ കുറുക്കെടുത്തുകൊണ്ട് വന്നിട്ട് ആദ്യം പൂമ്പാറ്റപ്പെണ്ണിന് അവളുടെ ആടയാഭരണങ്ങളെല്ലാം കെട്ടിക്കൊടുത്ത ശേഷം കുഞ്ഞാറ്റപ്പെണ്ണിനെയും വിളിച്ചു. കറക്റ്റായിട്ട് ഇതുപോലെ അനുസരണയുള്ള കുട്ടിയെപ്പോലെ അടുത്ത് വന്നിരിക്കുകയും കഴുത്തിൽ ഇതൊക്കെ കെട്ടിക്കൊടുക്കുന്ന സമയത്ത് അനങ്ങാതൊക്കെ ഇരുന്ന് തരും കേട്ടോ. ഇതൊക്കെ നമ്മൾ ബേസിക്കായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള കുഞ്ഞുനാളിലെ ശീലിപ്പിച്ചു കൊണ്ട് വരേണ്ട കാര്യങ്ങളാണ്. നമ്മളിപ്പം എടുത്തുകൊണ്ട് നടന്നപ്പോൾ ഒരു കുഞ്ഞാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ശീലിപ്പിക്കാം. ഇതിപ്പോൾ 2 പേരായതുകൊണ്ട് നമുക്ക് എപ്പോഴും എടുത്തുകൊണ്ട് നടക്കാൻ കഴിയില്ല. അപ്പോൾ ഇരുത്തി തന്നെ ഞാൻ കഴിപ്പിച്ചാണ് ഓരോന്നും ശീലിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ കൊടുത്ത ബിസ്ക്കറ്റ് പാപ്പം എടുത്ത് വെച്ചിട്ട് ഞാൻ കുറുക്ക് കൊടുക്കുന്ന സമയത്ത്, ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് അവരെന്നെ കഴിപ്പിക്കാൻ നോക്കിയാണ് കേട്ടോ. അത് 2 പേരും അങ്ങനെ തന്നെയാണ്. എനിക്കായിക്കോട്ടെ ചേട്ടനായിക്കോട്ടെ എന്ത് കയ്യിലിരുന്നാലും അപ്പോൾ തന്നെ ഫസ്റ്റ് തരാൻ വേണ്ടി നോക്കും കേട്ടോ. ഷെയർ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ അതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. വീണ്ടും വീണ്ടും തരാൻ നോക്കിയാണ്. എന്ത് കിട്ടിയാലും അമ്മ 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 അല്ലെങ്കിൽ അച്ഛ അച്ഛാന്ന് വിളിച്ചിട്ട് ഇതുപോലെ വായിൽ വെച്ച് തരും കേട്ടോ. അതൊക്കെ അപ്പോൾ അങ്ങനെ തരുന്ന സമയത്ത് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും. അത് കുഞ്ഞുനാളിൽ അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഗുഡ് ഹാബിറ്റ്സ് ആണ് ചെയ്യുന്നത്, കുഞ്ഞുങ്ങൾ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. അപ്പം കുഞ്ഞുങ്ങൾക്ക് അത് വീണ്ടും ചെയ്യണം എന്നൊരു ഒരു തോന്നലുണ്ടാകും. ബാഡായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ കൈ ഉയർത്തി നോ, അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ അവരെ കുഞ്ഞിലേ തന്നെ ശീലിപ്പിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പരിധി വരെ കുഞ്ഞുങ്ങളുടെ ഇപ്പം അവരുടെ പ്രവൃത്തിയും കാര്യങ്ങളിലെല്ലാം നല്ല നല്ല മാറ്റങ്ങളൊക്കെ വരാൻ സാധിക്കും. ഇതൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് കുഞ്ഞു കുട്ടികളും പേരൻസൊക്കെ ഉണ്ട്. അവർക്കൂടെ ഉപയോഗപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ്. 2 പേരും കുറുക്കൊക്കെ കുടിച്ചിട്ട് കുറേ സമയം കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഓടി നടന്ന് കളിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ 2 പേരും എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് സുന്ദരിക്കുട്ടികളാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. 2 പേർക്കും വിറ്റാമിൻ D3 മരുന്നൊക്കെ കൊടുത്തു. 2 പേരെയും പാട്ടുപാടിയൊക്കെ ഉറക്കി ഞാൻ പോയി കുളിച്ച് റെഡിയായിട്ട് വന്നു.